ആണോ മോദിജീനെ ഇഷ്ടപ്പെടണം. കാരണം മോദിജി രാജാവല്ലേ. അതെ, അതിനോണ്ടാ. ആണോ? നല്ല രാജാവാണോ? ആണോ? ആരാ പറഞ്ഞു? ഞാന് അറിയാം. ഇഷ്ടം മോദിജിനെ? ഇത്ര ഇഷ്ടമാണോ? നല്ല മനുഷ്യനാ. നല്ല ഇഷ്ടം. ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല എന്ന് പറയുന്നത് എന്താ? അതോ അത് ഓൾക്ക് ഇഷ്ടമല്ലാത്തോണ്ട് എന്താ ഇഷ്ടപ്പെടാത്താവോ? മോദിജി എന്ത് തെറ്റാ ചെയ്ത്? മോദിജി ഒരു തെറ്റു ചെയ്തിട്ടില്ല. മോദിജി ഒന്നും ചെയ്യൂലല്ലോ, രാജാവല്ലേ. അതെ അതെ, അതുകൊണ്ട് തെറ്റും ചെയ്യൂല. തെറ്റും ചെയ്യില്ല, നന്മ മാത്രമേ ചെയ്യുള്ളൂ. ആണോ? അല്ല അമ്പുയെ, ആരാ കേരളത്തില് ഇലക്ഷനിൽ ജയിക്കുക? ഇലക്ഷനിലേ CPM ആണോ, കോൺഗ്രസ് ആണോ, BJP ആണോ, ആര് ജയിക്കുക? BJP. അപ്പൊ എന്താന്നറിയില്ല, പക്ഷെ BJP ജയിക്കും അല്ലേ? എന്താ BJP എനിക്ക് എത്ര ഇഷ്ടമാകാൻ കാരണം? അച്ഛനാണല്ലോ അതിന് BJP. അത് ശരി, അതുകൊണ്ടാണോ? അവിടെ നിനക്ക് ഇഷ്ട? നീ ആ മോദിജിന്റെ പാടാ. അതെ വരുന്നേ, ഞാൻ മോദിജിന്റെ പാട്ടൊന്ന് പാടിക്കാം. മനുഷ്യനാകണം മനുഷ്യനാകണം, പുലർച്ചെ താഴ്ചകൾക്ക് ദീതമായ പുണ്യമേ. പുലർച്ചല്ലടി പൊട്ടത്തെ, ഉയർച്ച. അതോടി പാട്, ഫസ്റ്റ് തോതിൽ പാട്. മനുഷ്യരാകണം മനുഷ്യനാകണം, ഉയർച്ച ഉയർച്ച ഉയർച്ചടി ഉയർച്ച. മനുഷ്യരാകണം മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ പുണ്യമേ. നിനക്ക് ഞങ്ങൾ നൽകിയ പേരാണ് മോദിസം. നിനക്ക് ഞങ്ങൾ നൽകിയ പേരാണ് മോദിസം. ആണോ? കാശിയെ ആരെ ജയിക്ക? BJP ആണോ? എന്താടാ BJP മഞ്ഞാച്ചക്കുട്ടി? കാരണം എനിക്കും BJP ഇഷ്ടമായിരിക്കും. എന്താടാ? അതോ BJP ഇഷ്ടപ്പെടുന്ന എല്ലാരും ഉണ്ടല്ലോ. ആണോ? അതുകൊണ്ട് വെരി ഗുഡ്. മറ്റേ പാർട്ടിക്കാരൊക്കെ ഇഷ്ടപ്പെടില്ലേ? അവർക്കൊക്കെ ഇഷ്ടം തന്നെയാണല്ലോ. എല്ലാവർക്കും നല്ല ഇഷ്ടം ഉണ്ടാവും. ആണല്ലേ? എന്തായാലും മോദിജിനും എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവും. ചെലപ്പോ ഇഷ്ടം ഉണ്ടാവില്ല ഒരാൾക്കും, പക്ഷെ എനിക്ക് ഇഷ്ടാ. എന്തായാലും എനിക്കിഷ്ട. ഓരോരുത്തർക്കും ഓരോ പാർട്ടിക്കാരല്ലേ? നമ്മളെ പാർട്ടി BJP ആവുകൊണ്ട് നമുക്ക് മോദിജിനെ ഇഷ്ടമാണല്ലേ? അങ്ങനെ ഓരോരുത്തർക്കും, ചിലവർക്ക് പിണറായി വിജയൻ ഇഷ്ടമാണ്, ചിലർക്ക് ഉമ്മൻചാണ്ടിനെ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് എപ്പോഴും ഇഷ്ടം മോദിജി. മറ്റുള്ളവരുടെ ഇഷ്ടത്തെ നമ്മള് കുറ്റം പറയില്ല അല്ലേ? അവരിഷ്ടം അവരുടെ അല്ലേ? അത്രല്ലേ ഉള്ളൂ. അപ്പൊ ജയ് മോദിജി, ജയ് മോദിജി, ലവ് യു മോദിജി, ഐ ലവ് യു മോദിജി. അതാണ്. കാശിക്ക് എന്തെങ്കിലും പറയണ്ടോ? കാച്ചക്കുട്ട, നീ ഒങ്ങാണോടെ പാടത്തിരുന്നിട്ട്? ഐ ലവ് യു മോദിജി എന്ന് പറയും. അവൻ പറയില്ല, അവൻ പിണറായിന്റെ ആളല്ലടാ. പിണറായി BJP. നമുക്ക് പാർട്ടിയൊന്നുമില്ല. നമുക്ക് എന്താണ്? പൊന്നിന് പാർട്ടി ആവാല്ല പ്രായമൊന്നുമായിട്ടില്ല. പൊന്നിന് പക്ഷെ മോദിജിനെ ഇഷ്ടം എനിക്കറിയാം അല്ലേ? അപ്പൂപ്പന് മോദി അപ്പൂപ്പന് ഇഷ്ടമാണല്ലേ? അല്ലാതെ നമുക്ക് പാർട്ടി എന്താണെന്നറിയില്ല, ഒന്നും എന്താണെന്നറിയില്ല. ഇപ്പൊ എന്താണ് നമ്മളെപ്പോഴും കാണുന്ന ആളാണ് നമ്മുടെ ആളാരാണ്? നമ്മുടെ രാജാവല്ല, ശരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് കേട്ടോ. നമ്മുടെ ഒക്കെ വിളിക്കാലോ? അത് വിളിക്കാം, ഇതൊക്കെ നമുക്ക് വിളിക്കാം. പക്ഷെ രാജാവല്ല. രാജാവിന്റെ കാലമൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ അത് ഇവിടെ എന്തായി, നമ്മുടെ രാജഭരണമൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ നമ്മളെ ആളുകളെ ഇവിടെ എല്ലാവരും കുറെ കാലങ്ങൾ മാറുമ്പോഴേ അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പൊ അമ്പ് ഇപ്പൊ എന്നും ഇതുപോലെ ആവുക. അമ്പ് കുറച്ച് കഴിഞ്ഞാൽ വലുതാവില്ലേ? വലുതാവില്ലേ? അതുപോലെ തന്നെ അങ്ങനെ അപ്പൊ കുറെ തീരുമാനങ്ങൾ വേറെ എടുക്കില്ല നമ്മള്.
അതുപോലെ ആൾക്കാർ അന്ന് എടുത്തൊരു തീരുമാനമാണ് ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, നമ്മളൊരാളെ നമ്മളെ ഭരിക്കണം, ആരാണ് നമ്മളെ പ്രധാനമന്ത്രി എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ. അങ്ങനെ ആളുകള് പ്രധാനമന്ത്രി എന്തായാലും മോദി. അതൊക്കെ അത് സമ്മതിച്ചു. അങ്ങനെ എല്ലാവരും കൂടി തെരഞ്ഞെടുത്താണ് മോദിജിനെ. അതുകൊണ്ടാണ് മോദിജിനെ അച്ഛന് ഇഷ്ടം, അമ്പൂനും ഇഷ്ടം അല്ലേ? ടിവിയിലൊക്കെ മോദിജിനെ കാണുന്നുണ്ടല്ലോ. കാശിക്കും ഇഷ്ടം. ഇഷ്ടാണോ? ആണോ? എനിക്ക് ഇഷ്ടാണെങ്കിൽ ഇവനും ഇഷ്ടം. ആണോട്ടാ കാശി? കാശിക്കും ഇഷ്ടം. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല അച്ഛാ, എല്ലാവരും ഇഷ്ടം. അങ്ങനെ വേണം, എല്ലാവരും ഇഷ്ടമായിട്ട് അതിൽ നല്ലത് മാത്രം നമ്മളേറെ ഇഷ്ടപ്പെടും അല്ലേ? അപ്പൊ നമ്മളെ നല്ലതായിട്ട് തോന്നിയത് ആരെയാണ്? മോദിജി. അപ്പൊ മോദി നല്ലതാണ്. നാളെ അതുപോലെ അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യണം, എല്ലാവരും നമ്മൾ സ്നേഹിക്കണം അല്ലേ? വെരി ഗുഡ്, താങ്ക് യു.